എല്ലാവർക്കും അറിയാവുന്ന ഒരു എ ബി വി പിക്ക് വേണ്ടി പഠിക്കുന്ന കാലത്ത് ലോ കോളേജിൽ നിലകൊണ്ട അവരുമായി ബന്ധപ്പെട്ട ശേഷം സനതെടുത്ത് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അവരുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്ത ഒരു നോൺ സംഘ് പരിവാർ അഡ്വക്കേറ്റ് തന്നെയാണ് പ്ലീഡറായിട്ട് നിശ്ചയിച്ച വാർത്ത പുറത്തു വരുന്നത്. അതും കെ എസ് യുവിൻ്റെ തന്നെ ഭാരവാഹികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇയാൾ BJPയുടെ നേതാവായിരുന്നു. എഗൻ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഗവൺമെൻറ് പ്ലീഡർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിശ്ചയിക്കാൻ ബിരുദമുള്ള അതിൽ പ്രാക്ടീസുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ലോ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിലോ അവരുടെ തന്നെ അഭിഭാഷക സംഘടന രംഗത്തും ഉള്ളവരല്ല. അപ്പോൾ ഇതിന് ഓഫ് കോഴ്സ് കോൺഗ്രസിൻ്റെ ഇൻസൈഡേഴ്സിന് ഇതിന് വിമർശനമായിട്ട് വരുന്നുണ്ട്. നമുക്ക് പലരും അവരുടെ തന്നെ ഗ്രൂപ്പുകൾ നടക്കുന്ന ചർച്ചകളുടെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരുന്നുണ്ട്. പക്ഷേ അതിന് എതിരായിട്ട് അവരുടെ അകത്തു നിന്ന് വരുന്നൊരു ഡിഫൻസ് എന്ന് വെച്ചാൽ ഇവരൊക്കെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെന്നുള്ളതാണ്. ലോയേഴ്സ് കോൺഗ്രസ് ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ അത് അങ്ങനെ സുഘടിതമായ ഒരു സംവിധാനമൊന്നുമില്ല. ആർക്കും ലോയേഴ്സ് കോൺഗ്രസ് ആണ് എന്ന് പറയാം. അങ്ങനെ പറയുന്നവരൊക്കെ നിങ്ങൾ പീഡറാക്കുമോ എന്ന് അവർ തന്നെ ഗ്രൂപ്പിൽ ഇവരുടെ തന്നെ ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചോദിക്കുന്നത് ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഇങ്ങനെ പ്രചരിക്കപ്പെടുന്നുണ്ട്. എനിവേ ഇത് നോക്കൂ, വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF അധികാരത്തിൽ വരുന്നത് UDFൻ്റെ എന്തോ സംഘടനാ വൈഭവം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചാരണ വൈഭവം കൊണ്ട് അതല്ല. അധികാരത്തിൽ വരുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നുള്ളതല്ല, നമ്മുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിൽ സംഘപരിവാർ എലമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നുഴഞ്ഞുകയറ്റങ്ങൾ, അതിനെതിരായി അന്ന് ഭരിക്കുന്ന LDF സർക്കാരും അന്ന് അതിന് നേതൃത്വം CPM സ്വീകരിക്കുന്ന അലസ സമീപനം, ചില സന്ദർഭങ്ങളിലെങ്കിലുമുള്ള അനുഭാവ സമീപനം, ഇതിനെതിരായിട്ടുള്ള രാഷ്ട്രീയമായൊരു വിധിയെഴുത്ത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുന്നത്. അതാര് മറന്നാലും മറക്കാൻ പാടില്ലാത്ത ഒരാളാരാണ്? വി.ഡി. സതീശൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, പല വിഷയങ്ങളിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ള സംഗതികളുണ്ട്. പക്ഷേ അദ്ദേഹം സംഘ് പരിവാറിനെതിരെ, വർഗീയ രാഷ്ട്രീയത്തിനെതിരെ, വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കേരളീയ സമൂഹത്തിന് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. ഈ മനുഷ്യനെ മുമ്പിൽ നിർത്താം എന്ന തോന്നലുണ്ടായിട്ടുണ്ട്. ആ തോന്നലാണ് ഈ 102 സീറ്റുകളായി വന്നിട്ടുള്ളത്. അങ്ങനെയാണ്, അതാണ് മാൻഡേറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമാണ് ഞാൻ പറയുന്നില്ല. ഈ മാൻഡേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം സംഘ് പരിവാർ രാഷ്ട്രീയത്തിനെതിരെ സ്വീകരിച്ചിട്ടുള്ള വി.ഡി. സതീശൻ സ്വീകരിച്ചിട്ടുള്ള സമീപനമാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഈ വിദ്വേഷ പ്രചാരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ വി.ഡി. സതീശൻ സ്വീകരിച്ച സമുദായ സംഘടനാ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകൾക്കെതിരായി സ്വീകരിച്ച സമീപനങ്ങൾ, ഇതിനെല്ലാം കേരളീയ സമൂഹം കൊടുത്തൊരു കയ്യൊപ്പുണ്ട്. അതാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയം അതായിരുന്നു. മറ്റു പല വികസനവുമായി ബന്ധപ്പെട്ട CPM നേതാക്കളുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ധാർഷ്ട്യം, ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളും. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ അത് സംഘപരിവാറിനോട് അലസ സമീപനമോ അനുഭാവ സമീപനമോ സ്വീകരിക്കുന്ന സർക്കാരിനോടുള്ള വിധിയെഴുത്തായിരുന്നു. അത് മറന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള, ഞാൻ പറയുന്നത് ഇത് ബോധപൂർവമായിട്ട് അബോധപൂർവമായിട്ട് ഒരു വഴുക്കൽ, ഒരു സ്ലിപ്പേജാണെന്ന് വിചാരിക്കുക. ആ സ്ലിപ്പേജ് ആണെങ്കിൽ പോലും അത് കർശനമായി ചോദ്യം ചെയ്യപ്പെടും. ഏത് നിലക്ക് മുൻകാലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടോ, ഏത് നിലക്ക് അത്തരം സ്ലിപ്പേജുകൾ അല്ലെങ്കിൽ അലസ സമീപനങ്ങൾ LDFനും CPMനും നഷ്ടമായി മാറിയോ, ഭാരമായി മാറിയോ, തിരിച്ചടിയായി മാറിയോ, ആ നിലയിൽ തിരിച്ചടിയായി മാറും. അത് മനസ്സിലാക്കാൻ, അത് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമുക്കിത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് ചിന്ന അപ്പോയിൻമെൻറ്റുകളാണ്. ഇത് വലിയ പോസ്റ്റുകളൊന്നുമില്ല, നിസ്സാരമായ അപ്പോയിൻമെൻറ്റുകളാണ്. അതിനകത്ത് പോലും ഈ ഒരു ശ്രദ്ധ വെച്ച് പുലർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ച, ഇതിൻ്റെ കാസ്കേഡിങ് എഫക്ട്സ് ഇനിയും ഉണ്ടായിരിക്കും. അപ്പോൾ വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ തന്നെ പോർട്ട്ഫോളിയോയിൽ വരുന്ന ഒരു വകുപ്പിനകത്ത് നടത്തുന്ന നിയമനത്തിൻ്റെ കാര്യത്തിൽ മറ്റെന്തിനേക്കാൾ ഉപരി വ്യക്തിപരമായ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഇതിനകത്തുണ്ട്. ഇതിൽ നമ്മൾ വേറെ നിലക്ക് കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ നമുക്ക് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനങ്ങളുണ്ടായത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടപ്പിലാക്കിയ നടപടി ശ്രദ്ധിക്കണം. ആദ്യം എടുക്കുന്ന തീരുമാനം നമ്മുടെ രക്ഷാപ്രവർത്തന കേസിൽ SIT രൂപീകരിക്കുകയാണ്. അതെന്താണ്? അത് ഈ പാർട്ടി അണികൾക്ക് കൊടുക്കുന്ന സന്ദേശമാണ്.
ഞങ്ങൾ നിങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. തല്ല് കിട്ടിയ ഇതേ കഴിഞ്ഞ 10 വർഷം തെരുവിൽ തല്ലുകൊണ്ട നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം ഈ സർക്കാർ ഉണ്ട് എന്നൊരു സന്ദേശം പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തന കേസിൽ നിലപാടെടുക്കുന്നു. കാഫിർ സ്ക്രീൻഷോട്ടിൽ SIT രൂപീകരിക്കുന്നു, കർശനമായ നിലപാടെടുക്കുന്നു, അറസ്റ്റ് ഉണ്ടാകുന്നു, കേസ് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു പോപ്പുലിസ്റ്റ് പരിപാടി എന്നുള്ള നിലക്ക് ഈ എന്താണ് തൂഫാൻ, എന്ത് തൂഫാനാണ്, ഓപ്പറേഷൻ തൂഫാൻ, അത് മുന്നോട്ട്. ആ നിലക്ക് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മന്ത്രി, ആഭ്യന്തരമന്ത്രി ഗംഭീരമായി ഒരു വശത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ ആളുകളുടെ കയ്യടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഇപ്പുറത്ത് VD സതീശൻ, ഇതിൻ്റെ ചാമ്പ്യനായി നിൽക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന VD സതീശൻ, അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റുകളിൽ ഈ നിലക്കുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച മാൻഡേറ്റിനെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അതേത് നിലക്കാണ് വ്യാഖ്യാനിക്കപ്പെടുക, എങ്ങനെയായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രൊഫൈലിനെ ബാധിക്കാൻ പോവുക എന്നതിനെക്കുറിച്ച് ആദ്യ ചിന്ത ഉണ്ടാകേണ്ടതും VD സതീശൻ തന്നെയാണ്. ഇത് നോക്കൂ, എങ്ങനെയാണ് കഴിഞ്ഞ കാലം കേരളീയ സമൂഹം ജാഗ്രതയോടെ ഇത്തരം സമീപനങ്ങൾ നോക്കിക്കണ്ടത്, അതിനേക്കാൾ ഒരു അധിക ജാഗ്രതയോടുകൂടി കേരള സമൂഹം ഇത്തരം നിയമനങ്ങളെയും നടപടികളെയും നോക്കിക്കാണുക തന്നെ ചെയ്യും.